ചിലതെല്ലാം വാക്കുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകരുത്. പ്രത്യേകിച്ച് നമ്മൾ ചില പ്രോമിസ് ഒക്കെ നൽകുമ്പോൾ അതിന് വാക്കുകളുടെ മാത്രം ഒരു പ്രാധാന്യമല്ല. നേരെ മറിച്ച് ഒരു കൺസിസ്റ്റൻസി വേണം. പ്രവൃത്തിയിലും അത് കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ ഈ വ്യക്തി വേണം എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് ഷോയിങ് അപ്പ് എന്ന് പറയുന്നത് അതൊരു സാക്രിഫൈസ് ആയിട്ട് എന്തോ ഒരു ത്യാഗം ചെയ്തതുപോലെ കാട്ടരുത്. നേരെ മറിച്ച് മറ്റേ വ്യക്തിയുടെ അവകാശം തന്നെയാണ് നിങ്ങൾ ആ സമയത്ത് അവിടെ അവരെ കേൾക്കാനും കാണാനും ഒക്കെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അക്കൗണ്ടബിലിറ്റി എടുക്കാറില്ല. അത് തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് എടുത്തു തന്നെ പോകണം. വാക്കുകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കരുത്. അവിടെയും പ്രവൃത്തിയാണ് അതിനെ ഒന്ന് വേറിട്ടതാക്കി മാറ്റുന്നത്. നാലാമത്തേത്, ഞാൻ ഉണ്ടാകും കൂടെ ഈ ഒരു ഗോളിനും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ആ ഒരു ഹണിമൂൺ ഫേസിൽ കൊടുക്കേണ്ട വാക്കുകൾ മാത്രമൊന്നും അല്ല. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റിയും ഗോൾസിനെയും എല്ലാം. അതിന് സാധിക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ വെറും വാക്കുകളിൽ ഒതുക്കാതെ പെരുമാറേണ്ടത്. അതുപോലെ തന്നെ വിശ്വസ്തത എന്ന് പറയുന്നത് അതാരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല ഒന്നല്ല. ബീങ് ലോയൽ വെൻ നോ വൺ ഇസ് വാച്ചിങ്. ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും വളരെ ലോയൽ ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ ഇതെല്ലാം വാക്കുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകാതെ പ്രവർത്തികളിലൂടെ പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ചിലതെല്ലാം വാക്കുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല. നേരെ മറിച്ച് അതിനൊത്തിരി വലിയ മീനിങ് ഉണ്ട്. അതിനൊരുപാട് വലിയ തലങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇൻസ്പയർ.